റാം നാരായൺ റാം. ഇന്ന് ധർമ്മത്തിന് വ്യത്യസ്ത വ്യാഖ്യാനങ്ങളാണ് കാണുന്നത്. ഏത് ധർമ്മം സ്വീകരിക്കണം, ഏത് വേണ്ട എന്ന കുഴപ്പം കൊണ്ടാണ് ഇന്ന് മനുഷ്യൻ ആശങ്കയിലാകുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ ഓരോ മനുഷ്യനും ആലോചിക്കേണ്ടത് ഇവയാണ്. നാം എങ്ങനെ ജീവിക്കുന്നു? നമുക്ക് ഭക്ഷണം എവിടെ നിന്നാണ് ലഭിക്കുന്നത്? നമുക്ക് ഊർജം എവിടെ നിന്നാണ് ലഭിക്കുന്നത്? വായു, വെള്ളം എന്നിവ എവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്? നാം ആഴത്തിൽ ചിന്തിച്ചാൽ നമുക്ക് തന്നെ നമ്മുടെ യഥാർത്ഥ ധർമ്മം മനസ്സിലാകും. പഞ്ചഭൂതങ്ങളോ ഭൂമിയോ ഇല്ലാതെ ആരും ജീവിക്കാൻ കഴിയില്ല. ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ, ഭൂമി ഇല്ലാതെ നാം എവിടേക്ക് പോവും? എവിടെ താമസിക്കും? അതിനാലാണ് എല്ലാ ജ്ഞാനികളും മനസ്സിലാക്കുന്നത് മനുഷ്യർ സൃഷ്ടിച്ച ധർമ്മങ്ങൾ എല്ലാം വൃഥയാണ് എന്ന്. ഈ മനുഷ്യർ സൃഷ്ടിച്ച ധർമ്മങ്ങളെക്കുറിച്ച് ആരും ആരെയും ജാഗ്രതപ്പെടുത്തുന്നില്ല, മുന്നറിയിപ്പ് നൽകുന്നില്ല. ഞങ്ങളുടെ മഹാഗുരു ബാലക് ബ്രഹ്മചാരി ജിയാണ് ആദ്യമായി മാൻമേഡ് ധർമ്മത്തെക്കുറിച്ച് എല്ലാവരെയും ജാഗ്രതപ്പെടുത്തിയത്. അദ്ദേഹം എല്ലാവരോടും പറഞ്ഞു, മനുഷ്യർ സൃഷ്ടിച്ച ധർമ്മങ്ങളെ പിന്തുടരണ്ട, അതിൻ്റെ പിന്നാലെ ഓടണ്ട. മനുഷ്യൻ ഏത് ധർമ്മവുമായി ജനിച്ചു അതിനെയാണ് അംഗീകരിക്കേണ്ടത്. ഓരോ മനുഷ്യനും ധർമ്മം കൊണ്ടാണ് ജനിക്കുന്നത്. നമ്മുടെ ശരീരം മുഴുവൻ ധർമ്മത്തിൽ നിന്നാണ് ഉണ്ടായത്. പഞ്ചഭൂതങ്ങളിൽ നിന്നുമാണ് നാം എല്ലാം കൈപ്പിടിയിലാക്കുന്നത്. നാം തിന്നുന്നതും കുടിക്കുന്നതും എല്ലാം പ്രകൃതിയും പഞ്ചഭൂതങ്ങളുമാണ് നമ്മുടെ യഥാർത്ഥ ധർമ്മം. എല്ലാവരും പ്രകൃതിയെ അംഗീകരിക്കണം. പ്രകൃതിയെ വിട്ട് ഒരാൾക്കും നിലവിലില്ല. ഈ ഭൂമിയിലെ മനുഷ്യന് ലഭിച്ച എല്ലാ നന്മകളും ആകാശത്തിൽ നിന്നാണ്, അന്തരീക്ഷത്തിൽ നിന്നാണ്, പ്രകൃതിയിൽ നിന്നാണ്. നമ്മുടെ സ്വന്തം എന്ന് പറയാൻ ഒന്നുമില്ല. ഭൂമി നമ്മുടെ അമ്മയാണ്, സൂര്യൻ നമ്മുടെ അച്ഛൻ. നമ്മെ ശക്തിയും ഊർജവും നൽകി പോഷിപ്പിക്കുന്നത് പ്രകൃതിയിലാണ് എല്ലാം. ഭൂമിയിൽ ജീവിക്കുന്ന ചിലത് തങ്ങളുടെ തലത്തിലാണെന്ന് കരുതുന്ന ധർമ്മസംരക്ഷകർ ജാതി, മതം, കർമ്മം എന്നിവയുടെ പേരിൽ ജനങ്ങൾക്കിടയിൽ ഭയം ഉണ്ടാക്കി. ഇത് ചെയ്തില്ലെങ്കിൽ അപചാരമാകും എന്ന ഭയത്തോടെയാണ് ലോകമെമ്പാടും മനുഷ്യർ ജീവിക്കുന്നത്. കാരണം മന്ദിരത്തിൽ പോയി ഈ ചടങ്ങ് ചെയ്തില്ലെങ്കിൽ ദോഷമുണ്ടാകും എന്നതുപോലുള്ള ആശങ്ക ആളുകളുടെ മനസ്സിൽ സ്ഥാപിതമായിട്ടുണ്ട്. ഈ ഭയം നമ്മുടെ സമൂഹത്തിലെ ചിലർ തീർത്തതുകൊണ്ടാണ്. അതിനാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അത്യാവശ്യമാണ് സത്യം ആളുകളെ അറിയിക്കുക. ഏറ്റവും വലിയ സത്യം ഇതാണ്: ഇന്ന് നാം എന്തെല്ലാം ഉള്ളവരായിരിക്കും, അതൊക്കെ പ്രകൃതിയും ആകാശവുമാണ് നൽകിയതെന്ന്. അതിനാൽ മനുഷ്യർ സൃഷ്ടിച്ച കൃത്രിമ തത്വങ്ങളെയും വിശ്വാസങ്ങളെയും ഭയപ്പെടേണ്ട ആവശ്യമാണ്. ആത്മചിന്ത. നമുക്ക് ഉള്ളിലെ ആത്മാവിൻ്റെ ശബ്ദം കേൾക്കുന്നത്, നമ്മുടെ വിവേകം അനുസരിക്കുന്നത്. ഓരോ വ്യക്തിയിലും വിവേകവും ബോധവും നിലകൊള്ളുന്നു. ആ ബോധത്തെ കേട്ടാൽ നിങ്ങൾ ശരിയായ അറിവിൻ്റെ അനുഭവം നേടും. ആ അറിവ് ലഭിച്ചാൽ വിജയത്തിലേക്കുള്ള വഴി നിങ്ങളുടെ മുന്നിൽ തുറക്കും. അതുവഴി നിങ്ങൾ ഇച്ഛിക്കുന്നതെല്ലാം നേടാം. ഈ ലോകത്തിലുള്ളതെല്ലാം ആകാശത്തിൻ്റെ ദാനമാണ്. ആകാശത്തിൽ നിന്നാണ് ഊർജം ലഭിച്ചത്. അതിനാൽ തന്നെ പ്രകൃതിയുടെ സൃഷ്ടിയുണ്ടായത്. ആ പ്രകൃതിയിൽ നിന്നാണ് നാം എല്ലാവരും ഉണ്ടായത്. നമ്മുടെ വിവേകം നമ്മെ കണക്കാക്കുന്നു. ഞങ്ങൾ തെറ്റ് ചെയ്യുന്നുവെങ്കിൽ നമ്മെ കൃത്യമായി മുന്നറിയിപ്പ് നൽകുന്നു. നമ്മുടെ മനസ്സും വിവേകവും ശരിയും തെറ്റും തമ്മിലുള്ള വ്യത്യാസം മാത്രം കാണിക്കുന്നില്ല, മറിച്ച് നമ്മുടെ സമഗ്രമായ വളർച്ചയ്ക്കും സഹായകരമാണ്.